ഈ കഴിഞ്ഞ ഡിസംബർ 30-ന് ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തെ 4-മത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ കാര്യം വ്യക്തമാക്കുകയും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ഒക്കെ ചെയ്തു. ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തെ 4-മത്തെ സാമ്പത്തിക ശക്തിയായി എന്നും 2030 ജർമ്മനിയെ മറികടന്നുകൊണ്ട് ലോകത്തെ 3-മത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുമെന്നുമായിരുന്നു ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ഈ നേട്ടത്തെക്കുറിച്ച് ചൈനയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4-മത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയതിനെ ചൈന പ്രശംസിച്ച് രംഗത്തെത്തിയത് കൗതുകം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയായിരുന്നു. ചൈനീസ് എംബസിയുടെ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള യു ജിങ് ഒരു ട്വീറ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അതിനകത്ത് അവർ ഇന്ത്യയെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: ചരിത്രത്തെ സത്യസന്ധമായി നേരിടുന്നതിലൂടെയും അതിൽ നിന്ന് പഠിക്കുന്നതിലൂടെയും ഭാവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ ശക്തി ലഭിക്കുന്നത് എന്ന് ഇന്ത്യയുടെ ഉയർച്ച കാണിക്കുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അതായത് സാധാരണ രീതിയിൽ ഇന്ത്യയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അവഗണിക്കുന്ന ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ അവഗണിക്കാൻ കഴിയുന്നില്ല. അതായത് ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4th ലാർജസ്റ്റ് എക്കണോമിയായി മാറി എന്ന യാഥാർത്ഥ്യം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു തുടങ്ങുകയാണ്. ഈ 2030 ഇന്ത്യയുടെ GDP $7.3 ട്രില്യൺ പിന്നിടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിലെ ഏറ്റവും നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ GDP ഒരു 6.5 എന്ന ഒരു കണക്കിൽ വളർന്നാൽ പോലും, എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് GDP ഗ്രോത്ത് 6.5% വെച്ച് എല്ലാ വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ പോലും 2047 നമ്മുടെ GDP എന്ന് പറയുന്നത് $18 ട്രില്യൺ ആണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ചൈനയുടെ അത്രയും GDP 2047 നമുക്കുണ്ടാവും. പല എക്സ്പേർട്സും വിശ്വസിക്കുന്നത് 2047 ഇന്ത്യയുടെ ടോട്ടൽ GDP 25 to 30 ട്രില്യൺ ആയിരിക്കുമെന്നാണ്. ആവറേജ് ഇന്ത്യ ഒരു 8% വളർച്ച കൈവരിക്കാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. 7.5% വളർച്ച ഇന്ത്യ പ്രതിവർഷം കാഴ്ചവെച്ചാൽ പോലും 23 ട്രില്യൺ ആയിരിക്കും ഇന്ത്യയുടെ GDP 2047. 8% വളർച്ച കൈവരിച്ചാൽ 2047 ഇന്ത്യയുടെ GDP 27-28 ട്രില്യൺ ആയിരിക്കും. 8.5% വളർച്ച കൈവരിച്ചാൽ അത് 32 ട്രില്യന് മുകളിലേക്ക് പോകും. ഇന്ത്യ 2030 ലോകത്തെ 3-മത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത്രയും നേരം ഇവിടെ പറഞ്ഞത് ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു വളർച്ചയെക്കുറിച്ചാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനെ കുറിച്ചേ അല്ല. 2047 ആവുന്ന സമയത്ത് ഇന്നിപ്പോൾ ലോകത്ത് 1-മത് നോമിനൽ GDP-യിലുള്ളത് US ആണ്. ഏതാണ്ട് 30 ട്രില്യൺ വരെ അവരുടെ ടോട്ടൽ GDP ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2047 അതൊരു 43-45 ട്രില്യൺ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. US നേരിടുന്ന ചലഞ്ചുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലേഷൻ ഒരു വലിയ പ്രശ്നമാണ്. അവിടെ ഏജിങ് കൂടിക്കൊണ്ടിരിക്കുന്നു, യങ്സ്റ്റേഴ്സിന്റെ എണ്ണം കുറയുന്നു. അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ US നേരിടുന്നുണ്ട്. ഈ ഒരു ഗ്രോത്ത്, ഇപ്പോഴത്തെ USന്റെ എക്കണോമിക് ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പോവുകയാണെങ്കിലുള്ള ഒരു കണക്കാണ്. 2% USന്റെ ഒരു ആവറേജ് GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ 2% അവർക്ക് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ 2047 ആവുമ്പോൾ USന്റെ GDP ഒരു 45 ട്രില്യൺ ആവറേജ് വരാൻ നമുക്ക് സാധ്യതയുണ്ടെന്ന് കരുതാം. ഇനി ചൈനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 18-19 ട്രില്യനൊക്കെ ഉണ്ട്. 2047 ആവുമ്പോൾ ചൈനീസ് GDP 38-നും 42 ട്രില്യനും ഇടയിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചൈനയുടെ GDP ഗ്രോത്ത് ആവറേജ് നമ്മളൊരു 3 to 3.5 വെച്ച് കണക്കാക്കുമ്പോഴാണ് ഈ ഒരു കണക്കിലേക്ക് എത്തുക. ഈ പോപ്പുലേഷന്റെ ഇടയിൽ തന്നെ വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കുന്നതും യുവാക്കളുടെ എണ്ണം കുറയുന്നതും ചൈന നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതുപോലെ വലിയ കടമുണ്ട് ചൈനയ്ക്ക്. രണ്ടാമത് ഈ പ്രൊഡക്ടിവിറ്റി സ്ലോയിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ചൈന നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, 2047 ആകുമ്പോൾ ഇന്ത്യയുടെ GDP നോർമൽ കേസിലാണെങ്കിൽ 25 to 30 ട്രില്യൺ വരെ എത്താം. ഇനി ഇന്ത്യയുടേതൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ 32 മുതൽ 35 ട്രില്യൺ വരെ പോകാം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കണക്കുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഉദാഹരണത്തിന് ഒരു മേജർ ആയിട്ടുള്ള ഒരു യുദ്ധം സംഭവിച്ചാലോ, ഒരു ഗ്ലോബൽ ആയിട്ടൊരു സാമ്പത്തികമായ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രാഷ് സംഭവിച്ചാലോ, അല്ലെങ്കിൽ AI പ്രൊഡക്ടിവിറ്റി അത് എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് നമുക്കറിയില്ല. അത് ഏത് തരത്തിൽ എക്കണോമികളെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. അത്തരത്തിലൊരു ഷോക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ കണക്കൂട്ടലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. നോക്കൂ, നമ്മുടെ ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ചയിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്
ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഭരണത്തിന് ശേഷം, ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുടെ കാലഘട്ടമായിരുന്നു. എന്ന് വെച്ചാൽ ആര് വേണമെങ്കിലും പ്രധാനമന്ത്രിയാവാം, പെട്ടെന്ന് മന്ത്രിസഭ താഴെ പോകാം, ഇലക്ഷൻ പ്രഖ്യാപിക്കാം. അതായത് 8ഉം 10ഉം 20ഉം 30ഉം പാർട്ടികൾ ചേർന്നുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഭരണകൂടങ്ങളാണ് സത്യത്തിൽ നമ്മുടെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറിയത്. അല്ലാത്ത പക്ഷം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എക്കണോമികളിൽ ഒന്നായി ഇതിനോടകം മാറേണ്ടതാണ്. പിന്നെയും നരസിംഹറാവുവിന്റെ സർക്കാർ ആ സമയത്ത് കൊണ്ടുവന്ന നമ്മുടെ സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് ഇന്ത്യൻ എക്കണോമിയെ താങ്ങി നിർത്തിയത്. പിന്നീട് ഇങ്ങോട്ട് അതിനുശേഷം 5 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഒരുപാട് പുരോഗതി ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചയിൽ വഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് 1982-84 ശേഷം ഏതാണ്ട് ഒരു 1999 വരെ ഉള്ള ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. അതിൽ നരസിംഹറാവുവിന്റെ കാലഘട്ടത്ത് മാത്രം ഉണ്ടായ പുരോഗതിയെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പ്രതിസന്ധികൾ ആ സമയത്തുണ്ടായി. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ വളർച്ചയെ ഒരുപാട് വർഷം പിന്നോട്ടടിക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു ശക്തമായൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ് ഈ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാകുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ സാധ്യമാകുമായിരുന്നു. ഈ പൊളിറ്റിക്കലി ഉള്ള ഒരു സ്റ്റെബിലിറ്റി എല്ലാ രാജ്യങ്ങളുടെയും വളർച്ചയിൽ നിർണായകമാണ്. ഇനി അമേരിക്ക നേരിടാൻ പോകുന്ന ചലഞ്ചും ഇത് തന്നെയാണ്. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും 2 ധ്രുവങ്ങളിലേക്ക് പോയത് അമേരിക്കയുടെ വളർച്ചയെയും എക്കണോമിയും ഒക്കെ ഭാവിയിൽ ചിലപ്പോൾ കാര്യമായി തന്നെ ബാധിച്ചേക്കാം. ചൈനയുടെ ഈ വലിയ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം അവിടെ ഒരു സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയേ ഉള്ളൂ. ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് രാജ്യത്തിനു മേൽ വലിയ സ്വാധീനമുണ്ട്. അവരാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ശക്തമായി വേഗത്തിൽ വളരാൻ കഴിയുന്നത്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, മേജറായിട്ടുള്ള യുദ്ധങ്ങൾ, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രാഷ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ അതിശക്തമായൊരു രാജ്യമായിട്ട് 2047 മാറും. അത് ഇന്ത്യയുടെ യങ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് അതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് രംഗത്ത്, സർവീസ് മേഖലയിൽ, ഡിജിറ്റൽ മേഖലയിലൊക്കെയുള്ള ഇന്ത്യയുടെ പുരോഗതി, ഇപ്പോൾ ഇന്ത്യ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചൈനയ്ക്ക് തിരിച്ചടിയാവുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് ഗുണകരമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 10-30 വർഷം ഇന്ത്യക്ക് സുവർണ കാലഘട്ടമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. നിലവിൽ നമ്മൾ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. 6.5-നും 7.5-നും ഇടയ്ക്ക് GDP വളർച്ച പ്രതിവർഷം നടത്തിയാൽ പോലും 2047 25 മുതൽ 30 ട്രില്യൺ വരെ $, GDP ഉള്ളൊരു രാജ്യമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇന്ത്യയുടെ വിഷൻ എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഒരുപാട് പേര് നമ്മളെ തളർത്താനൊക്കെ നോക്കും. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.